അല്ലാഹു ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുക. ആരെയും കുറ്റം പറയുന്ന, ആക്ഷേപിക്കുന്ന, തെറി പറയുന്ന ഒരു വിഭാഗത്തിലും നമ്മൾ ആരും പെട്ടുപോകരുതേ മക്കളെ. എല്ലാവർക്കും മരിക്കണം, എല്ലാവരും മരിച്ചു പോകണമല്ലോ. ഇന്ന് തന്നെ CM അബ്ദുള്ള മുസ്ലിയാർ മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മൾ ഭിന്നിപ്പുണ്ടാകരുത്, ഒരു മഹല്ലത്തിലും അനൈക്യമുണ്ടാകരുത്, ആരും പരസ്പരം കലാട്ട നടത്തരുത്, നമ്മളെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, നമ്മൾ സയ്യിദന്മാര് തങ്ങന്മാര് അവരെ നമ്മൾ രാഷ്ട്രീയം നോക്കി കുറ്റം പറയരുത്. നിങ്ങൾ കാണണം മഹാനമായ താജുൽ ഉലമ, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ഖബറുൽ ഉലമ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, മംഗലാപുരത്ത് ഒരു വലിയ പള്ളി നിർമ്മിച്ചു, ഒരു വലിയ പള്ളി നിർമ്മിച്ചു. അതിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ് പാവപ്പെട്ട ഞാൻ. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ, ആ മീറ്റിംഗിൽ മഹാനായ താജുൽ ഉലമയെ അതിന്റെ ഏറ്റവും വലിയ അഡ്വൈസറിയുടെ നേതാവായി തങ്ങളവരുകളെ തെരഞ്ഞെടുത്തു. ചെയർമാനായി അതേ വയ്യബ്ദുള്ള കുഞ്ഞ് സാഹിബിനെയും അതുപോലെ ഉസ്താദവറുകളെയും ഒക്കെ തെരഞ്ഞെടുത്തു. അങ്ങനെയും അതാ അവിടെ മംഗലാപുരം പരിസരങ്ങളിലുള്ള അതേ ഇവിടെയുള്ള ഒരുപാട് നല്ല ജനങ്ങളെ സഹായിച്ച് അന്തസ്സും അഭിമാനമുള്ളൊരു പള്ളി നിർമ്മിച്ചപ്പോ നിങ്ങൾ ഓർക്കണം, അതിന്റെ എല്ലാ കടിഞ്ഞാണും മഹാനായ താജുൽ ഉലമയുടെ വാക്കിലാണ്, നിർദ്ദേശത്തിലാണ്, അവിടുത്തെ ഉപദേശത്തിലാണ്. പക്ഷേ തങ്ങളവറുകൾ എന്ത് പറഞ്ഞു? നമ്മുടെ ഈ പള്ളി ഉദ്ഘാടനത്തിന് നമുക്ക് ഗ്രൂപ്പില്ല, വഴക്കില്ല, അനൈക്യമില്ല, എല്ലാ തങ്ങന്മാരെയും ക്ഷണിക്കണം, എല്ലാ അനിമീങ്ങളെയും ക്ഷണിക്കണം. അൽഹംദുലില്ലാഹ്, മഹാനായ താജുൽ ഉലമ തങ്ങളവറുകൾ പള്ളി തുറന്നപ്പോ ഇമാമത്ത് നിൽക്കാൻ തങ്ങൾ തന്നെ നിർബന്ധിച്ചു. മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളോട് അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അത് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയമാണ്. മഹാനായ ഖബറുൽ ഉലമ പഠിപ്പിച്ച ആശയമാണ്. അതേ മഹാനായ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ ഉസ്താദ് അവറുകൾ അതാ തമിഴ്നാട്ടിലാണ്, താജുൽ ഉലമ വളരെ അകലെയാണ്, എം.എ. ഉസ്താദ് സുഖമില്ലാതെ നാട്ടിലാണ്. ഞാൻ ആ വിവരം എന്റെ നാട്ടിൽ നിന്നറിഞ്ഞു. ഞാൻ ഉടനെ തന്നെ വിളിച്ചു, കാന്തപുരം ഉസ്താദിനെ വിളിച്ചു, താജുൽ ഉലമയെ വിളിച്ചു, നൂറുൽ ഉലമയെ വിളിച്ചു. ഞാൻ അതുപോലെ തന്നെ അതാ ഖലീൽ തങ്ങളെ വിളിച്ചു. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ശിഹാബ് തങ്ങൾ വഫാത്തായല്ലോ, നമ്മളെ മദ്രസകളിൽ ലക്ഷക്കണക്കിന് കുട്ടികളില്ലേ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിക്കുന്ന ലക്ഷക്കണക്കായ കുട്ടികളില്ലേ, 10,000-കണക്കായ മുഅല്ലിമീങ്ങളില്ലേ. മഹാനായ ശിഹാബ് തങ്ങൾ വഫാത്തായ സ്ഥിതിക്ക് നാളെ രാവിലെ കുട്ടികൾ മദ്രസയിൽ വന്നിട്ട് വെറുതെ പിരിഞ്ഞു പോകുന്നതിന് പകരം എല്ലാ മുഅല്ലിമീങ്ങളും ഇരുന്ന് കുട്ടികളെയും ഇരുത്തിയിട്ട് ഖുർആനോദി ഫാത്തിഹോദി യാസീനോദി ഒരു ദുആ നടത്താൻ നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന പത്രത്തിൽ കൊടുത്താൽ തങ്ങളവരുകളെ ഖബറിലേക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സർവ്വ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ നിന്നും 10,000-കണക്കിന് ഫാത്തിഹ, 10,000-കണക്കിന് യാസീൻ, 10,000-കണക്കിന് ദിക്ർ, 10,000-കണക്കിന് ദുആ മഹാനായ ശിഹാബ് തങ്ങളുടെ ഖബറിൽ എത്തുന്നു. അതിന് തങ്ങളുടെ പേരിൽ ഇങ്ങനെ ദുആ നടത്താൻ വേണ്ടി താജുൽ ഉലമയുടെ കാന്തപുരം ഉസ്താദിന്റെ അതേ എം.എ. ഉസ്താദിന്റെ അലി തങ്ങളുടെ SYS-ന്റെ പ്രവർത്തകൻ എന്ന നിലക്ക്, അതിന്റെ നേതാവെന്ന നിലക്ക്, മഹാനായ പൊന്മള ഉസ്താദിന്റെ അതിന്റെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാവപ്പെട്ട എന്റെയും ഞങ്ങളുടെ പേര് വെച്ചൊരു സംയുക്ത പ്രസ്താവന കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ താജുൽ ഉലമ പറഞ്ഞു, എന്തായാലും കൊടുക്കണം. ഉസ്താദ് പറഞ്ഞു നിർബന്ധമായും കൊടുക്കണം. എം.എ. ഉസ്താദ് പറഞ്ഞു വളരെ പെട്ടെന്ന് കൊടുക്കണം. എല്ലാവരും പറഞ്ഞു, പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അന്ന് എല്ലാ മദ്രസകളിലും ശിഹാബുകൾക്ക് ദുആ നടത്തി. ഇതാണ് സുന്നത്ത് ജമാഅത്ത്, ഇതാണ് നമ്മുടെ നേതൃത്വം, ഇതാണ് നമ്മുടെ പരിപാടി. ഒരിക്കലും വഴക്കുണ്ടാക്കരുത്, വക്കാടമുണ്ടാക്കരുത്, തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. അല്ലാഹു
അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതെന്താണ്? ലാ ഖൈറ